ഹൈ വാല്യൂ ടൂൾ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ സാധാരണ ഒരു ജോലി ചെയ്യുന്ന വ്യക്തിക്ക് ശമ്പളം മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും ബിസിനസ്സിനകത്തുള്ള പ്രോഫിറ്റ് കിട്ടും. ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് പണം കൈമാറ്റം ചെയ്യപ്പെടാനുള്ള ഒരു മാധ്യമമാണ്. അത് പണം കൈമാറ്റം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മണി വന്നുകൊണ്ടേയിരിക്കണം, അല്ലേ? നമ്മൾ വെറുതെ ചുമ്മാ ഇരുന്ന് കട്ടിലിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടുവരുന്ന നമുക്ക് പൈസ വരും? ആദ്യ ഘട്ടങ്ങളിൽ പൈസ വരില്ല. അതേസമയം മറ്റൊരാളുടെ പ്രശ്നം പരിഹരിക്കുന്ന ഒരു മികച്ച ഉൽപ്പന്നമോ അല്ലെങ്കിൽ ഒരു സേവനമോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും? നമുക്കൊരു ഹൈ വാല്യൂ ടൂൾ ഉണ്ട്. അതായത് ഒരു ബിസിനസ് നമുക്ക് ഒന്നുകിൽ പ്രോഡക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ സർവീസ് ആയിരിക്കാം, അല്ലെ? നമ്മുടെ ചില ആളുകൾ പ്രൊഡക്ഷൻ ചെയ്തായിരിക്കും വിൽക്കുന്നത്, ചില ആൾക്കാർ സർവീസ് ആണ്. അപ്പം എൻ്റെ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ സർവീസ് ആണ്. ഞാൻ കോച്ചിങ് ആണ് ചെയ്യുന്നത്. പ്രോഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പ്രോഡക്റ്റ് ഉണ്ട്. ഇതിനെ എന്താണ് അസോസിയേറ്റ് ചെയ്ത് വരുന്ന പ്രോഡക്ട്സുകളും അവൈലബിൾ ആണ്. അപ്പം നമുക്കൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ വേറൊരു വ്യക്തിയുടെ പ്രോഗ്രാം അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു വ്യക്തിയുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മണി കിട്ടുന്നത്.